ഹലോ എവരി വൺ. ഈ വീഡിയോ ഞാൻ ഇതിനകത്ത് നിങ്ങളൊരു പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തുക. എന്താണ് ഇലൂഷൻ, എന്താണ് മായ? നിങ്ങൾ ഒപ്റ്റിക്കൽ ഇലൂഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ദൂരെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഹൈവേയിലൊക്കെ അവിടെ ചെല്ലുമ്പോൾ വെള്ളം കാണുകയില്ല. അത് ഒപ്റ്റിക്കൽ ഇലൂഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇല്ല, പക്ഷെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഇല്ല, പക്ഷെ റിയാലിറ്റിയിൽ ഇല്ല, പക്ഷെ ഉണ്ടെന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ്സ് ആൻ ഇലൂഷൻ. അതേപോലെ ഈ കംപ്ലീറ്റ് പ്രപഞ്ചം ഒരു ഇലൂഷനാണ്, ഒരു മായയാണ്. നമ്മൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ റിയാലിറ്റിയിൽ ചേഞ്ചാണ്, അനിത്യമാണ്, ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മെഡിറ്റേറ്റർക്ക് മനസ്സിലാവും, ഡീപ്പ് മെഡിറ്റേഷനിൽ മനസ്സിലാവും ചേഞ്ചാണ്. അവിടെ അയാളുടെ ഈഗോ അപ്രത്യക്ഷമാവും. അതാണ് മെഡിറ്റേഷൻ ഗുണം. മനസ്സിലായോ? അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ മാസം എൻ്റെ അനിയത്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, ഈ കാണുന്ന ഒരു ഇലൂഷനാണ്, മായ എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ ഉണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റുകയില്ല. കാര്യം ഞാൻ ഉണ്ടെന്ന് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും പറയുകയെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഉണ്ടെന്ന് പറയുമ്പം നിമിഷം തന്നെ ഞാൻ ഇല്ലാതാവാം. അതുകൊണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയത്തില്ല. ശ്വാസം എടുക്കുമ്പോൾ ഉണ്ട്, ശ്വാസം വിടുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ചെറിയൊരു സമയത്തേക്ക് ഒരു മരണം സംഭവിക്കുക. ഷോർട്ട് ടൈമിലേക്ക് ഒരു ഡെത്താണ് സംഭവിക്കുന്നത്. വീണ്ടും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മരിക്കും. അപ്പം മരണവും ജീവനും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇത് ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാം പെങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ലെന്നറിയാം. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെ ഒന്നുമല്ല, ഞാനുണ്ട്, നീ ഇല്ലായിരിക്കും എന്ന് പറഞ്ഞു. നീ ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഞാനുണ്ടെന്ന് പറഞ്ഞു. നാളെ ഉണ്ട്, നാളെ നീ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നീ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, പക്ഷേ ശരിക്കും ഞാൻ ഉണ്ടെന്ന് ഒരിക്കലും പറയത്തില്ല. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ അവർ തമാശയായിട്ട് ചിരിച്ചു. വേറെയും പെങ്ങന്മാരൊക്കെ രണ്ടുപേരുണ്ടായിരുന്നു. അപ്പം ഇത് ഞാനത് വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളിത് ഒരാൾക്ക് പറയാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മളോ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അതൊരു ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇത് ഇലൂഷനാണെന്ന് മനസ്സിലാവുമ്പോൾ നമ്മളെ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരും. അവിടെ നമ്മുടെ ഈഗോ ഇല്ലാതാവും. ഈഗോ ഇല്ലാതാവുമ്പോൾ നമുക്ക് ഞാനെന്ന ബോധത്തിൽ നിന്ന് നമ്മൾ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. കാര്യം മറ്റേ നമ്മളെല്ലാം പ്ലാനിങ്ങാണ്. നാളെ ഉണ്ട്, അടുത്ത ദിവസം ഉണ്ട്, ഇത്ര വർഷത്തേക്ക് നമ്മളിവിടെ കാണും, സോളിഡ് ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അതൊരു നമുക്ക് പല കാര്യങ്ങളും നമ്മൾ തെറ്റായി ചെയ്യാൻ സാധ്യതയുണ്ട്. പല കാഴ്ചപ്പാടുകളത് മാറ്റം വരും. അപ്പോൾ ഇത് ഇലൂഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഈ വീഡിയോ കൊണ്ടുകൊണ്ട് ഒരു പ്രയോജനമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഒരു തോട്ട് കിട്ടും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ചിന്തകളിൽ ചെറിയൊരു മാറ്റം വരുത്തും, അത്രേ ഉള്ളൂ ഈ വീഡിയോ. അല്ലാതെ അത് എല്ലാവർക്കും മാറ്റം വരത്തില്ല. ആരാണോ മെഡിറ്റേഷൻ ചെയ്യുന്നത്, ആരാണോ അവെയർ ആയിരിക്കുന്നത്. ഇപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് നമ്മൾ അവയർനെസ് ആണ് മെഡിറ്റേഷൻ. അപ്പോൾ അവയർനെസ് ആരാണോ ഡെവലപ്പ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവും ഇറ്റ്സ് എ ഇലൂഷൻ, ഇതൊരു പ്രപഞ്ചം, ഒരു ഇലൂഷനാണ്, ഈ ഒരു മായയാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒപ്റ്റിക്കൽ ഇലൂഷൻ പോലെ ഇത് ഉണ്ട് എന്നുള്ളൊരു തോന്നല മാത്രമേ ഉള്ളൂ. അത് റിയൽ അല്ല നമ്മൾ റിയൽ അല്ല എന്നുള്ള ഒരു ഇതിലെത്തിച്ചേരും. നമ്മൾ സ്വയം അണ്ടർസ്റ്റാൻഡിങ് ആണ്, മനസ്സിലാകുന്നൊരു കാര്യമാണ്. നമുക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അപ്പോൾ നിങ്ങൾ ആരോടും പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ലത്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും, നിങ്ങളൊരു മെഡിറ്റേറ്റർ ആണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ അവയർനെസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡീപ്പ് മെഡിറ്റേഷനിലാണ് കംപ്ലീറ്റ് ചേഞ്ച് ആണെന്ന് മനസ്സിലാവും. എല്ലാം അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ സ്പീഡ് കാരണം നമുക്ക് ഇത് പെർമനൻ്റ് ആണെന്ന് തോന്നുന്നത്. അതാണ് ഇംപെർമനൻ്റ് എന്ന് പറയുന്നത്. അനിത്യം, നിത്യമല്ല ഒന്നും. ആ അനിത്യബോധം നമ്മൾ വരണം. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാടേ മാറുകയാണ്. എന്നിട്ട് നിങ്ങൾ ആ അനിത്യബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളും നിത്യമാണെന്ന് ചിന്തിക്കുന്ന സോൾഡ് ആണെന്ന് ചിന്തിക്കുന്ന നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അത് വാക്കുകളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒക്കുന്ന കാര്യമല്ല. പിന്നെ നിങ്ങൾക്ക് ആ അനിത്യബോധം ഉള്ള ആളോ അല്ല അതിലേക്ക് എത്തുന്ന ഒരാൾക്ക്
അതിൻ്റെ ഒരു ആശയം കിട്ടും, ഇത് ഇംപെർമനൻ്റ് ആണെന്നുള്ളത്. അത് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് അവെയറായി നിൽക്കുക, അവെയറായിട്ട് ജീവിക്കുക, കോൺഷ്യസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയാൽ മതി. ബോധത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും ആ ബോധമണ്ഡലം കൂടി വരും, നമ്മളിൽ പ്രസൻസ് കൂടും, നൗലാവും നമ്മൾ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും, എന്താണ് പ്രസൻസ് എന്നുള്ളതും എല്ലാം നമുക്ക് മനസ്സിലായി വരും. ആ പ്രസൻസോടെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് കൊച്ചു കുട്ടികളുമായിട്ട് നമ്മൾ എപ്പോഴും അവരെ ശ്രദ്ധിച്ചാൽ മതി, അവർ പ്രസൻസിലാണ്. അല്ലാതെ വേറെ ആൾ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഒരു ഗുരു നിങ്ങളെ പഠിപ്പിക്കും, പക്ഷെ അയാളും പൂർണ്ണ പ്രസൻസിലാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ കുഞ്ഞ് പ്രസൻസിലാണ്. കുഞ്ഞു പിള്ളേരെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും അവരെങ്ങനെ, അവരുടെ ഹാപ്പിനെസ് എന്താണ്, അവർ പാസ്റ്റും ഫ്യൂച്ചറും ഇല്ലെന്നുള്ളതും എല്ലാം നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ച് കുഞ്ഞിനെ പോലെ ആകുമ്പോൾ നമ്മൾ പ്രസൻസിൽ വരും. പക്ഷെ പിള്ളേരെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ടുള്ള പ്രസൻസ് അല്ല, അബോധത്തിലുള്ള പ്രസൻസാണ്. അവർക്ക് ആ പ്രസൻസിനെ കുറിച്ച് അറിയത്തില്ല. അപ്പം ആ പ്രസൻസിന്റെ പവർ അവർക്ക് യൂസ് ചെയ്യാൻ മേല. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് ആ പവർ യൂസ് ചെയ്യാൻ പറ്റും, വീണ്ടെടുക്കണം ആ പ്രസൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു, നമ്മൾ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് അഡ്രസ്സ് അറിയാൻ മേല നിൽക്കുന്ന ഒരു പരിപാടിയാണ് സംഭവം. ഈ നമ്മൾ പ്രസൻസ് ജീവിച്ചിരുന്ന നമ്മൾ, കുഞ്ഞിലെ ജീവിച്ചിരുന്ന ആള് നമ്മൾ വീട് അറിയാൻ മേലാതെ നിൽക്കുന്ന പോലെയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ അതാണ് നിങ്ങളുടെ വീടിന് കാണിച്ചിരുന്നേ ഉള്ളൂ. തിരിച്ച് നിങ്ങൾ വീട്ടിൽ കയറി കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് നന്ദി പറയും, ഓ താങ്ക് യു, അത്രേ ഉള്ളൂ സംഭവം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാര്യം. ആ തിരിച്ച് വീട്ടിലെത്തി നിങ്ങൾ ഭയങ്കര പവർ ആയിരിക്കും, കാരണം നിങ്ങൾ പ്രസൻസിൽ ജീവിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഡൗട്ട് ചോദിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്യുവർ പ്രസൻസിലാണെന്ന് വെച്ചോ, നിങ്ങൾ ഈ വീഡിയോ കാണത്തേ ഇല്ല, നിങ്ങൾ ഈ വീഡിയോയുടെ ആവശ്യമില്ല. ഇതൊരു ടൂള് മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പറയാൻ പോകുന്നത്, നിങ്ങൾ മാറ്റി എടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ആവശ്യമേ ഇല്ല, കാര്യം നിങ്ങൾ ഓൾറെഡി വീട്ടിലെത്തി. വഴിയിൽ അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ ആരോടും ചോദിക്കുന്നത്. സ്വന്തം വീടാണ് നമ്മൾ അപ്പുന്നത് ഓർത്തണം. വഴി നിൽക്കുമ്പോഴാണ് വേറെ ആൾ കാണിച്ചു തരും നമ്മളെ, അയാൾക്കറിയാം. അത്രേ ഉള്ളൂ, അത്ര സിമ്പിളാണ് കാര്യം. നിങ്ങൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അവരിൽ നമുക്ക് പഠിക്കാനൊക്കത്തുള്ളൂ ഈ സംഭവം, എന്താണ് പ്രസൻസ്. അല്ലാതെ വേറൊരു വഴിയുമില്ല. വേറെ ആരൊന്നും മനസ്സിലാക്കാനേണ്ട. മറ്റുള്ള ചിലർ അഭിനയിക്കും ചിലപ്പോൾ ഭയങ്കര പ്രസൻസിലാന്നൊക്കെ പറഞ്ഞ്, നമുക്കൊന്നും പറയാനോ വിശ്വസിക്കാൻ പറ്റിയല്ല അത്. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഗ്യാരണ്ടി ചെയ്യാം, അവർ പ്രസൻസിലാണ്. ആ പ്രസൻസ് നമുക്ക് വേണം, അതിലേക്ക് തിരിച്ചെത്തണം. അതിനുവേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിനുവേണ്ടി എല്ലാ പ്രോഗ്രാമും, ആരൊക്കെ നമ്മളെ പ്രോഗ്രാം ശ്രമിച്ചോ, ഒരു പരസ്യമാണെങ്കിൽ പോലും അതിൻ്റെ ഇതായിട്ട് വരല്ലേ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, അതൊരു ആടാണെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.